ശരിക്കും പറഞ്ഞാൽ സൗമ്യ സംഭവത്തിന് ശേഷം നമ്മൾ വിചാരിച്ചത് ഇതിലൊക്കെ കുറേ മാറ്റങ്ങൾ വരുന്നു. ശരിക്കും പറഞ്ഞാൽ സുരക്ഷ ഇല്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. റിസർവ് ചെയ്ത കമ്പാർട്ട്മെൻറ്റിലാണെങ്കിലും പലരും വന്ന് കയറി ഇതാക്കേണ്ട. എ സിയിലാണെങ്കിൽ പോലും ഫുള്ളാവും കുറച്ച് കഴിയുമ്പോഴത്തേക്ക്. അപ്പോൾ എങ്ങനെയുള്ള ആൾക്കാരാണ് എന്താണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ബാഗ് സ്നാച്ചിങ്, അതേപോലെ ഈവൻ മർഡർ, അതൊക്കെ നടക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ പോലീസുകാർ, സെക്യൂരിറ്റി, ഇതൊക്കെ ട്രെയിനിൽ വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. സുരക്ഷിതരല്ല. പിന്നെ ചില ആൾക്കാരുടെ തുറച്ചുനോട്ടം ഉണ്ടാകുമല്ലോ. നമ്മൾ ടോയ്ലറ്റിൽ പോകുമ്പോഴോ അങ്ങനെ വന്നിരിക്കുമ്പോഴാണെങ്കിലും ചില ആൾക്കാരുടെ തുറച്ചുനോട്ടം എന്തായാലും ഉണ്ടാവാറുണ്ട്. പേഴ്സണലി ഒരാളുണ്ടെങ്കിൽ നമുക്ക് ഒരു കെയറിങ് ആണ്. ഒറ്റക്കാകുമ്പോൾ ഒരു പേടിയാണ്. ഇപ്പോൾ പോന്ന് പുറത്തിറങ്ങണമെങ്കിലും കൂടെ കൂട്ടിന് ഒരാളെ കൂട്ടേണ്ട അവസ്ഥയൊക്കെയാണ്. ഒറ്റയ്ക്ക് വരാൻ പേടിയായിട്ടാണ്. നമസ്കാരം. കേരളത്തിന്റെ കണ്ണീരായി മാറുകയാണ് ഓരോ സ്ത്രീകളും. ഓരോ ദുരന്തങ്ങൾ വരുമ്പോൾ മാത്രം സംവിധാനം ഉണരും. അത് കെട്ടടങ്ങുമ്പോൾ അടുത്ത ദുരന്തത്തിനായി കാതോർക്കും. സ്ത്രീകൾക്ക് ധൈര്യത്തോടെ മുന്നോട്ടു പോകാൻ ഇനിയും എത്ര ദൂരം സഞ്ചരിക്കണം? സ്ത്രീ സുരക്ഷാ പദ്ധതികളൊക്കെ വെറും കടലാസിൽ തന്നെയോ? ഈ വിഷയമാണ് വനിതാ ജംഗ്ഷൻ ഇന്ന് പരിശോധിക്കുന്നത്. കഴിഞ്ഞ ദിവസമുണ്ടായ ഏറെ ദുഃഖമുണ്ടാക്കുന്ന ഒരു വിഷയമുണ്ട്. ശ്രീകുട്ടി അർച്ചന ട്രെയിനിൽ നിന്നും അവർക്ക് അതിദാരുണമായ സംഭവം ഉണ്ടാകുന്നു. അത് നമുക്ക് ഏറെ മനോവിഷമം ഉണ്ടാക്കിയ കാര്യം കൂടിയാണ്. ആ കുട്ടി അതിൽ നിന്നൊന്നും മുക്തമായിട്ടില്ല. ജീവന് വേണ്ടി ഇങ്ങനെ മല്ലടിച്ച് പോരാടുകയാണ്. അപ്പോഴാണ് സ്ത്രീ സുരക്ഷ വീണ്ടും നമ്മുടെ ഈ വനിതാ ജംഗ്ഷനിലേക്ക്, ചർച്ചയിലേക്ക് വീണ്ടും എത്തുന്നത്. ആദ്യം തന്നെ ഞാൻ പറയട്ടെ, ഈ ഒരു വാർത്ത കേട്ടപ്പോൾ എനിക്ക് 2011 ഓർമ്മ വന്നത്. അതായത് 15 വർഷങ്ങൾക്ക് മുൻപേ ഉണ്ടായിരുന്ന സംസ്ഥാനം അല്ലെങ്കിൽ നമ്മുടെ രാജ്യം അതേ അവസ്ഥയിൽ തന്നെ നിൽക്കുന്നു എന്ന് പറയുന്നത് ഏറെ ദുഃഖമുണ്ടാക്കുന്ന ഒന്നാണ്. നമ്മളൊക്കെ വായിച്ചു പോയിട്ടുള്ള വാർത്തകളിലൊക്കെ നിറഞ്ഞു നിന്നിരുന്നായിരുന്നു സൗമ്യ ഗോവിന്ദച്ചാമി എന്ന 2 പേര്. ശ്രീജ, ഈ വാർത്ത കേൾക്കുമ്പോൾ ആദ്യം മനസ്സിലേക്ക് വന്നത് എന്താണ്? അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇത് ആവർത്തിക്കപ്പെടുന്നത്? സുരക്ഷയില്ല എന്ന് ആര് പറഞ്ഞു അശ്വതി? ഓപ്പറേഷൻ രക്ഷിത എന്ന പേരിൽ RPF-ഉം റെയിൽവേ പോലീസും ഒക്കെ ചേർന്ന് ഗംഭീര സുരക്ഷയാണ് ഇപ്പോൾ ഒരുക്കുന്നത്. പക്ഷേ ആ സുരക്ഷ അത് എത്ര നാൾ തുടരുമെന്നാണ് കണ്ടറിയേണ്ടത്. ഇപ്പോൾ ഈ യാത്രക്കാർ മദ്യപിച്ചിട്ടുണ്ടോ എന്ന് നോക്കുന്നുണ്ട്. ഈ കമ്പാർട്ട്മെൻറ്റുകളിലൊക്കെ പോലീസ് കൃത്യമായി എത്തുന്നുണ്ട്. അവരെ ബാഗേജുകളൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട്. ഇതിങ്ങനെ കൃത്യമായി പോയിക്കഴിഞ്ഞാൽ ഒരു പ്രശ്നവും ഉണ്ടാകില്ലല്ലോ. ഇത് എന്തുകൊണ്ടിങ്ങനെ പോകാതെ പകുതിക്ക് വെച്ച് നിർത്തുന്നു എന്നുള്ളതാണ് ചോദ്യം. 2011 സൗമ്യയുടെ കാര്യം അതൊരു ദാരുണ സംഭവം തന്നെയായിരുന്നു. അതിനുശേഷം എന്തെങ്കിലും മാറ്റമുണ്ടായോ? ഒരുപാട് കേസുകൾ അറിയപ്പെടാതെ പോയിട്ടുണ്ട്. 2021 ഒരു സംഭവം ഉണ്ടായി. മുളന്തുരുത്തിയിൽ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന ഒരു സ്ത്രീയെ പണത്തിനും സ്വർണത്തിനുമായി ഒരാൾ ആക്രമിക്കുകയാണ്. അതിനുശേഷം അവർ പ്രാണരക്ഷാർത്ഥം ആ ട്രെയിനിൽ നിന്ന് എടുത്ത് ചാടുകയാണ്. അവർക്ക് ഗുരുതരമായി പരിക്കേൽക്കുന്നു. അപ്പോൾ ഇത്തരം സംഭവങ്ങളൊക്കെ ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അതിന് മറ്റൊരു ഉദാഹരണമാണ് 2023 ആയപ്പോൾ സമാനമായൊരു സംഭവം ഉണ്ടായി. എന്തിനേറെ പറയുന്നു, ഈ 2025 ഈ ഓഗസ്റ്റിൽ നടന്നൊരു സംഭവം. ഒരു സ്ത്രീയെ ഇതുപോലെ അവരെ തള്ളിയിട്ട് ചവിട്ടിയിട്ട ശേഷം പണവും സ്വർണവും ഒക്കെ കവരുകയാണ്. സ്വർണത്തിനൊക്കെ തീവിലയാണ് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ അതിൽ ഏറ്റവും സേഫായി കക്കാൻ പറ്റിയൊരിടം ട്രെയിനാണെന്ന് ആളുകൾക്കറിയാം. കാരണം സുരക്ഷ ഒട്ടുമില്ല, നോക്കാൻ ആരുമില്ല. കൂടെയുള്ള യാത്രക്കാരൊന്ന് മാറുന്ന സമയത്തൊക്കെ ഈ ആക്രമിക്കാം എന്നുള്ളൊരവസ്ഥ വന്നിരിക്കുകയാണ്. അത് മാറണം. എങ്കിൽ മാത്രമേ ഒരു പൂർണ്ണമായും നമ്മൾ സുരക്ഷിതരാണ് എന്ന് സ്ത്രീകൾക്ക് നെഞ്ചുമിരിച്ച് പറയാൻ പറ്റൂ. തീർച്ചയായിട്ടും. ശ്രീജ ചൂണ്ടിക്കാട്ടി പോലെ 21, 23, 25 ഇത് ഇങ്ങനെ ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അത് എന്തുകൊണ്ടാണെന്നുള്ള ചോദ്യങ്ങൾ പല ആവർത്തി നമ്മൾ തന്നെ ചോദിച്ചു. 1989 ശരിക്കും പറഞ്ഞാൽ 36 വർഷം മുൻപുള്ള ഒരു ആക്ട് ഉണ്ടായിരുന്നു. അതായത് ഈ റെയിൽവേക്ക് വേണ്ടി മാത്രം ക്രമീകരിച്ചിരിക്കുന്ന ഒരു ആക്റ്റാണ്. അത് 145 പ്രകാരം മദ്യമോ മറ്റ് ലഹരി വസ്തുക്കളോ ഉപയോഗിച്ചുകൊണ്ട് ട്രെയിനിൽ കയറിയാൽ ഒന്നുകിൽ ടിക്കറ്റ് റദ്ദാക്കും, അല്ലെങ്കിൽ അത് അങ്ങനെ ലഹരി ഉപയോഗിച്ചു എന്ന് കണ്ടെത്തിയാൽ 6 മാസം തടവും ഒപ്പം പിഴയും ശിക്ഷയും ഒക്കെ ലഭിക്കും. പക്ഷേ അതൊക്കെ നടപ്പാക്കുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യചിഹ്നമായി ഉയരുന്നത്. അങ്ങനെ നടപ്പാക്കുന്നുണ്ടെങ്കിൽ, ഇത്തരത്തിൽ നിയമമുണ്ടെങ്കിൽ ഇതൊക്കെ ആവർത്തിക്കപ്പെടുമോ എന്നുള്ളതാണ് ശ്രീജ ചോദിക്കാനുള്ളത്. നമുക്കറിയാം റെയിൽവേയിൽ എത്ര റിക്രൂട്ട്മെൻറ്റുകളാണ് നടത്തുന്നത്. പക്ഷേ ഈ റിക്രൂട്ട്മെൻറ്റൊക്കെ ഓരോ വർഷത്തിൽ എടുക്കുമ്പോൾ അതൊക്കെ പാലിക്കപ്പെടുന്നുണ്ട്. ഇവരൊക്കെ ഈ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഒക്കെ എവിടെ എന്നുള്ള ചോദ്യമാണ്. വീണ്ടും വീണ്ടും ഇങ്ങനെ ദുരന്തങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ ചോദിക്കും, ട്രെയിനിൽ മാത്രമാണോ സ്ത്രീകൾക്ക് സുരക്ഷ ഇല്ലാത്തത്? അങ്ങനെയല്ല. ട്രെയിനിലില്ല, ബസ്സിലില്ല, എന്തിന് തൊഴിലിടങ്ങളിലില്ല, സ്വന്തം വീട്ടിൽ പോലും സ്ത്രീകൾ സുരക്ഷിതമല്ല എന്നുള്ളതാണ്. അപ്പോൾ എവിടെയാണ് സ്ത്രീകൾക്ക് സുരക്ഷ ലഭിക്കുന്നത് എന്നതൊരു ചോദ്യചിഹ്നമാണ്. തീർച്ചയായും സുരക്ഷ വേണമെന്ന് പറയുമ്പോഴും
നമ്മൾ പലപ്പോഴും ഈ സുരക്ഷ ഉണ്ടാകുന്നില്ല. ഈ ഓട്ടോമാറ്റിക് ഡോറുകൾ വേണം എന്നുള്ളൊരു ആവശ്യം, അതിന് ഈ വർഷങ്ങളുടെ പഴക്കമുണ്ട്. എനിക്ക് തോന്നുന്നു സൗമ്യയുടെ കേസ് തുടങ്ങിയപ്പോൾ തൊട്ട് ആളുകൾ പറയുന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ ആളുകളെ ചവിട്ടി പുറത്തേക്ക് കിടുന്ന അവസ്ഥയൊന്നും ഒരിക്കലും അങ്ങനെ ഉണ്ടാകില്ല. അത്തരം സംവിധാനങ്ങളൊക്കെ എന്നിട്ടും എന്തുകൊണ്ട് നടപ്പാക്കുന്നില്ല? അപ്പോൾ ഇങ്ങനെയൊക്കെ മതി എന്നുള്ളൊരു ചിന്ത എവിടെയൊക്കെ വരുന്നു. ഈ CCTV വേണം, ഈ സ്ത്രീകളുടെ കമ്പാർട്ട്മെൻറ്റ് നടുക്കിലേക്കാക്കണം, മധ്യഭാഗത്തേക്ക് ആക്കണം എന്നുള്ള തീരുമാനമൊക്കെ വന്നു കഴിഞ്ഞു. എങ്കിൽ പോലും ഇതൊന്നും ഒരു പൂർണ്ണതയിലേക്ക് എത്തിയിട്ടില്ല. ഇപ്പോഴും സ്ത്രീകൾ പ്രശ്നങ്ങൾ നേരിട്ട് കൊണ്ടേയിരിക്കുകയാണ്, സുരക്ഷാ പ്രശ്നങ്ങൾ. നമുക്കറിയാം, തൊഴിലിനും വിദ്യാഭ്യാസത്തിനുമായിട്ടൊക്കെ ധാരാളം ട്രെയിൻ യാത്ര ചെയ്യേണ്ടി വരുന്നവരാണ് നമ്മുടെ സ്ത്രീകൾ. ഏറെ ഭൂരിഭാഗവും ട്രെയിനെ ആശ്രയിക്കുന്നവരാണ് കൂടുതലും. അതെ, തീർച്ചയായും. പ്രത്യേകിച്ച് രാത്രി യാത്രകളൊക്കെ ഒരുപാട് നടത്തേണ്ടി വരുന്നുണ്ട്. പലരും നമ്മൾ ഈ ഒരു സംഭവം ഉണ്ടായപ്പോൾ പലരുടെയും പ്രതികരണങ്ങൾ കണ്ടു. ശുചിമുറിയിൽ പോകണമെങ്കിൽ കൂടെ ഒരാൾ വേണ്ടി വരും. പല പല വിധത്തിലുള്ള ആൾക്കാരാണ്. ഇപ്പം നമ്മളിപ്പോൾ ബാത്റൂമിൽ പോവുകയാണെങ്കിലും ടോയ്ലറ്റിൽ പോകണമെങ്കിൽ ചില ആൾക്കാരിങ്ങനെ നടുക്ക് വന്ന് നിൽക്കും, നമുക്ക് പോകാനപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അങ്ങനെ ചില പ്രശ്നങ്ങളുണ്ട്. പിന്നെ ചില ആൾക്കാരുടെ തുറച്ചുനോട്ടം ഉണ്ടാകുമല്ലോ, നമ്മൾ ടോയ്ലറ്റിൽ പോകുമ്പോഴും അങ്ങനെ വന്നിരിക്കുമ്പോഴാണെങ്കിലും ചില ആൾക്കാരുടെ തുറച്ചുനോട്ടം എന്തായാലും ഉണ്ടാവാറുണ്ട്. പേഴ്സണലി ഒരാളുണ്ടെങ്കിൽ നമുക്ക് ഒരു കെയറിങ് ആണ്. ഒറ്റക്കാകുമ്പോൾ ഒരു പേടിയാണ്, ടോയ്ലറ്റിലൊക്കെ പോകാൻ പേടിയാണ്. എന്താ ഇപ്പോഴത്തെ പല കേൾക്കുന്നതല്ല. പല ആളുകളും നടത്തുന്ന പ്രതികരണം, ഒരു RPF ഉദ്യോഗസ്ഥനെ കണ്ടു കഴിഞ്ഞെങ്കിൽ, ഒന്ന് കണ്ടെങ്കിൽ ഒരു ധൈര്യം ഉണ്ടാകും, ഒരു സമാധാനം ഉണ്ടാകും എന്ന് പറയും. പക്ഷേ പേരിന് പോലും അവരെ കാണാൻ കിട്ടുന്നില്ല എന്നുള്ളതാണ്. അശ്വതി പറഞ്ഞതുപോലെ ട്രെയിനിൽ മാത്രമാണോ, ബസ്സിൽ എന്തോരം സ്ത്രീകളാണ് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. പ്രത്യേകിച്ച് അവിടെ നേരിടുന്നത് മറ്റൊരു തരത്തിലുള്ള ചൂഷണമാണ് സ്ത്രീകൾ. അതായത് തിരക്കുണ്ടാവും, പൊതുവേ ബസ്സുകളിലൊക്കെ നല്ല തിരക്കുണ്ടാവും. അപ്പോൾ തൊട്ടുരുമി നിന്ന് ആ ഒരു സുഖം തേടുന്ന പുരുഷന്മാർ. തീർച്ചയായും ശ്രീജ അത് ചൂണ്ടിക്കാണിച്ചപ്പോൾ എനിക്ക് ഒരു കാര്യം കൂടി ആ കാര്യത്തിൽ ഓർമ്മ വരുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയൊക്കെ വ്യാപകമായി ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. പക്ഷേ സ്ത്രീകൾ ഇച്ചിരി കൂടി ആർജവം കാണിക്കുന്നുണ്ടോ? അവരിപ്പോൾ വീഡിയോ ഒക്കെ എടുത്ത് സമൂഹ മാധ്യമത്തിലൊക്കെ പ്രചരിപ്പിക്കുന്നൊക്കെയുണ്ട്. അങ്ങനെയൊക്കെ സ്ത്രീകൾ മുന്നോട്ട് ഇറങ്ങുമ്പോൾ കുറച്ച് പേടി ഉണ്ടാകില്ലേ? ശരിയാണ്, ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഈ ട്രെയിൻ എന്ന് പറയുമ്പോൾ ട്രെയിനിൽ നടക്കുന്ന അതിക്രമങ്ങൾ പലപ്പോഴും തടയാൻ സാധിക്കാത്തത് ഈ ബസ് പോലെ നമുക്ക് അപ്പോൾ നിർത്തി ഇറങ്ങാൻ പറ്റില്ല. ഒരുപാട് സുരക്ഷാ സംവിധാനങ്ങൾ നമുക്കുണ്ട്. 139, 182 ഈ രണ്ട് നമ്പറുകൾ. അതെ, ഈ നമ്പറുകളിലൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ വേണ്ട സുരക്ഷ നമുക്ക് ലഭിക്കും. പക്ഷേ ഇത് പെട്ടെന്നൊരു അപകടം നേരിടുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇത് റിയാക്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു കാര്യമാണ് ഒരു ചോദ്യമായി നിൽക്കുന്നത്. പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്, ഈ പറഞ്ഞതുപോലെ പ്രതികരിക്കുക എന്നുള്ളത്. ഉച്ചത്തിൽ നമ്മൾ വിളിച്ചു പോകുമ്പോൾ ഒരുപക്ഷെ ട്രെയിനിൽ ഉറങ്ങുകയായിരിക്കും, രാത്രി സമയങ്ങളാണെങ്കിൽ ഉറങ്ങുന്ന ആളുകളൊക്കെ ഓടിക്കൂടുകയും അപ്പോൾ തന്നെ പ്രതിക്ക് തന്നെ അല്ലെങ്കിൽ ഈ ആക്രമിക്കുന്ന ആൾക്ക് തന്നെ ഒരു പേടി ഉണ്ടാകും, ഇത് ആ കുട്ടി റിയാക്ട് ചെയ്യുന്നു, അപ്പോൾ പെട്ടെന്ന് ആ ഒരു സ്ഥിതിയിലേക്ക് അത് വരാം. അപ്പോൾ ആ രീതിയിലൊക്കെ നമ്മൾ റിയാക്ട് ചെയ്യുമ്പോൾ സ്വാഭാവികമായി മാറ്റങ്ങൾ ഉണ്ടാകും. പക്ഷെ എങ്കിൽ കൂടി ഇതൊക്കെ എത്രത്തോളം ഫലവത്താകും എന്നുള്ളതാണ് ഒരു ചോദ്യം. ഈ ചെയിനൊക്കെ പിടിച്ചു വലിച്ച് ട്രെയിൻ നിർത്തിക്കാനൊക്കെ, പക്ഷെ അതൊക്കെ കൂടെ ഒരാൾ ഉണ്ടാകണം. നമ്മൾ ഒറ്റയ്ക്കാണെങ്കിൽ എന്ത് ചെയ്യും? ആ സാഹചര്യമൊക്കെ അത് ഉണ്ടാകുമോ? പെട്ടെന്ന് നമ്മൾ ഉറങ്ങിക്കിടക്കുന്ന ഒരവസ്ഥയിൽ ഓടി വന്ന അയാൾ നമ്മളെ സമീപിക്കുകയാണ്, ആക്രമിക്കുകയാണ്. അങ്ങനത്തെ സിറ്റുവേഷനൊക്കെ എന്ത് ചെയ്യാൻ സാധിക്കും? അങ്ങനെ ശരിക്കും പറഞ്ഞാൽ സംശയങ്ങൾ അങ്ങ് തീരുന്നതേയില്ല. ഇതിനൊരു കൃത്യമായ സംവിധാനം ഉണ്ടാകാതെ ഈ പ്രശ്നങ്ങളൊന്നും ഒരിക്കലും അവസാനിക്കില്ല എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതെ, സ്ത്രീകൾ കുറച്ചും കൂടി മനോധൈര്യം ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായാൽ അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളത് പെൺകുട്ടികളും സ്ത്രീകളും ഒക്കെ ഈ ഒരു കാലത്ത് മനസ്സിലാക്കി വെക്കണം. കാരണം എപ്പോഴും സ്ത്രീകൾക്ക് ഒറ്റയ്ക്ക് സഞ്ചരിക്കേണ്ട സാഹചര്യങ്ങളൊക്കെ വരും. പ്രത്യേകിച്ച് ഇപ്പോൾ രാത്രി കാലത്തൊക്കെ സഞ്ചരിക്കുന്ന സ്ത്രീകൾ ഒരുപാടാണ്. അവരുടെ ജോലി അപേക്ഷിച്ചൊക്കെ അങ്ങനെ യാത്ര ചെയ്യേണ്ടതാണ്, പഴയ കാലം പോലെയല്ല എന്നുള്ളതാണ്. പക്ഷേ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഒരുപാട് സുരക്ഷാ നിയമങ്ങളൊക്കെ നമ്മുടെ രാജ്യത്തുണ്ട്. അങ്ങനെ ഒരുപാട് റെയിൽവേക്ക് പ്രത്യേകിച്ച് പല തരത്തിലുള്ള സുരക്ഷാ നിയമങ്ങളും പദ്ധതികളും ഒക്കെ ഉണ്ട്. 2020 വന്ന ഒരു പദ്ധതിയാണ് മൈ സഹേലി എന്ന് പേരിട്ട ഒരു പദ്ധതി. അതായത് 500 ട്രെയിനിൽ ഇത്തരത്തിൽ സുരക്ഷ ഉറപ്പാക്കും എന്നാണ് റെയിൽവേ അധികൃതരുടെ വാഗ്ദാനം. ആ വാഗ്ദാനങ്ങളൊക്കെ പാലിക്കപ്പെടുന്നുണ്ടോ? 2020 ശേഷം വർഷങ്ങൾ ഇങ്ങ് കഴിഞ്ഞു, 2025 നമ്മൾ എത്തി നിൽക്കുന്നു. ഇങ്ങനെയുള്ള പദ്ധതികളൊക്കെ പ്രഖ്യാപിച്ചിട്ട് അതൊക്കെ എവിടെ? അല്ലെങ്കിൽ അത് രൂപീകരിക്കുക മാത്രമാണോ ചെയ്യേണ്ടത്? ആ പദ്ധതികളൊക്കെ നടപ്പിലാക്കേണ്ടേ? അത്തരത്തിലുള്ള സുരക്ഷ ഒരുക്കേണ്ടേ എന്നതാണ്. മൈ സഹേലി, എൻ്റെ കൂട്ടുകാരി എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. കൂട്ടുകാരി അത് എത്രത്തോളം ഒപ്പം നിൽക്കുന്നു എന്നുള്ളതാണ് ഒരു ചോദ്യമായി മാറുന്നത്. ഒരിക്കലും നമുക്കത് ഉപകാരപ്പെടുന്നില്ല, അല്ലെങ്കിൽ ഇത് നടപ്പാക്കുന്നില്ല എന്നുള്ളതാണ്. ശരിക്കും ഞാൻ മനസ്സിലാക്കുന്നത്, നമ്മൾ രക്ഷപ്പെടണമെങ്കിൽ നമ്മൾ തന്നെ വേണ്ട ചില മുൻകരുതലുകൾ എടുക്കണം എന്നുള്ളതാണ്. ചെറുത്ത് നിൽക്കാനായി വേണ്ട മുൻകരുതൽ നമ്മൾ തന്നെ എടുക്കണം. ഈ പല ആളുകളും പ്രതികരിക്കുന്നത് കണ്ടു, ഞങ്ങൾ രാത്രി യാത്ര ചെയ്യുമ്പോൾ ഈ പെപ്പർ സ്പ്രേ, ചെറിയ കത്തി ഇതൊക്കെ കൊണ്ടാണ്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ചിലപ്പോൾ ചിരി വരും, പക്ഷെ എന്നാൽ പോലും ആ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കും.
പിന്നെ ഞാൻ പറയുന്നത് മാർഷൽ ആർട്സ് ഒക്കെ ഒന്ന് പഠിച്ചിരിക്കുന്നത് നല്ലതാണ്, അല്ലെങ്കിൽ ജിമ്മിൽ പോയി ബോഡിയൊക്കെ ഒന്ന് ബിൽഡ് ചെയ്ത് ഇവരെ നേരിടാൻ നമ്മൾ പ്രാപ്തരാകണം എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതൊക്കെ ഇനി രക്ഷയുള്ളൂ എന്നാണ്. ഇപ്പോൾ ഈ കേരളത്തിലെ കണക്കൊക്കെ മാത്രം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അത് നമുക്കൊരു പേടി ഉണ്ടാക്കുന്ന ഒരു കണക്കാണ്. പക്ഷേ ഇന്ത്യയിലെ മൊത്തം കണക്കെടുക്കുകയാണെങ്കിലോ റെയിൽവേയിലെ TTA വരെ വലിച്ചെറിഞ്ഞ സംഭവങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട്. കണക്കുകളുടെ കാര്യം പറയുമ്പോഴാണ് ഒരു കാര്യം ഓർമ്മ വരുന്നത്. നമ്മൾ കേരളത്തിലാണ് ജീവിക്കുന്നത്. അപ്പോൾ സംസ്ഥാനത്തെ കണക്കുകൾ മാത്രം നോക്കിയാൽ മതി ശ്രീജ. അതായത് സംസ്ഥാനത്ത് 9 വർഷത്തിനിടെ അതിക്രമത്തിനിരയായത് 1.38 ലക്ഷം സ്ത്രീകളാണ് എന്നുള്ള കണക്കാണ് ഏറ്റവും ഒടുവിലായി പുറത്ത് വന്നത് എന്നുള്ളതാണ്. ഇതിൽ ലൈംഗിക അതിക്രമം 6000-ലധികം വരും. എത്രത്തോളം ഞെട്ടിക്കുന്ന കണക്കുകളാണ്. വേറെയുമുണ്ട്. 1596 സ്ത്രീകളെ തട്ടിക്കൊണ്ടുപോയതായും കേസ് നിലവിലുണ്ട്. ഇതൊന്നും ഒരു ഊഹാപോഹ കണക്കല്ല. ആസൂത്രണ ബോർഡ് കൃത്യമായി നിയമസഭയിൽ അവതരിപ്പിച്ച അല്ലെങ്കിൽ റിപ്പോർട്ട് സമർപ്പിച്ച കണക്കാണ്. വേറെയുമുണ്ട്. ഗാർഹിക പീഡനമുണ്ട്, അല്ലെങ്കിൽ തൊഴിൽ ഇടങ്ങളിൽ നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങളുണ്ട്. അത്തരത്തിലുള്ള കണക്കുകൾ വേറെയുമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ സ്ത്രീകൾ എല്ലായിടത്തും ഇങ്ങനെ തന്നെയാണ് എന്നുള്ളതാണ്. അങ്ങനെ സ്ത്രീകൾ ഇങ്ങനെ പീഡനങ്ങൾ ഏൽക്കാത്ത സ്ഥലങ്ങൾ ഒരുപാടുണ്ട്. എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമ്മൾ ഈ കണക്കുകളിൽ നിന്നുമൊക്കെ മനസ്സിലാക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ശ്രീജ, ട്രെയിനിൽ യാത്ര ചെയ്യുന്നത് ഒരുപാട് ആളുകളാണ്. നമുക്ക് എല്ലാവരെയും എത്ര കൃത്യമായി നോക്കാൻ പറ്റുമോ എന്നുള്ള കാര്യമൊന്നും അറിയില്ല. പക്ഷേ അതിലെത്തുന്നവരിൽ ഭൂരിഭാഗം ക്രിമിനലുകളും ഉണ്ടാകും. ഈ സുരേഷിൻ്റെ കാര്യം തന്നെ എടുക്കാം. സുരേഷ് ശരിക്കും പറഞ്ഞാൽ ഒരു ക്രിമിനലാണ്. അയാൾ പോക്കറ്റടിക്കാരനാണെന്നൊക്കെ വീട്ടിനടുത്തുള്ള ആളുകളൊക്കെ പ്രതികരിച്ചതായി കണ്ടു. അപ്പം തന്നെ ഇയാളുടെ ഭാര്യയെ സ്ഥിരമായി മർദ്ദിക്കുന്ന ഒരാളായിരുന്നു. അതുകൊണ്ട് ഭാര്യ ഉപേക്ഷിച്ചു പോയി. അപ്പോൾ ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരാളാണ് സുരേഷ്. അപ്പോൾ അങ്ങനെയുള്ള ആൾ മദ്യപിക്കുമ്പോൾ ഡബിൾ പവറാണ്. അതിൽ മദ്യപിച്ചുകൊണ്ട് ട്രെയിനിൽ കയറുക, അത് ഒഴിവാക്കാനെങ്കിലുമുള്ളൊരു നടപടി അതെങ്കിലും ഉണ്ടാകണം എന്നുള്ളതാണ് നമുക്ക് അപേക്ഷിക്കാനുള്ളത്. ഇപ്പോൾ കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ ഒരു മാതൃക തീർത്തിട്ടുണ്ട്. അവർ ഈ ബ്രത്ത് അനലൈസർ ടെസ്റ്റൊക്കെ നടത്തിയിട്ടാണ് യാത്രക്കാരെ ഇപ്പോൾ പരിശോധനയ്ക്ക് വിധേയമാക്കിയ ശേഷമാണ് യാത്രക്കാരെ ട്രെയിനിൽ കയറാൻ അനുവദിക്കുന്നത്. അത് പക്ഷേ 2 ദിവസം കൊണ്ട് അല്ലെങ്കിൽ 1 മാസം കൊണ്ടൊന്നും തീർന്നു പോകരുത്. അത് പാലിക്കപ്പെടുന്നുണ്ടോ? പാലിക്കപ്പെടണം എന്ന് മാത്രമാണ് നമുക്ക് അപേക്ഷിക്കാനുള്ളത്. സ്ത്രീകളോടും പെൺകുട്ടികളോടും പ്രത്യേകിച്ച് പറയാനുള്ള ഒരു കാര്യം മാത്രമാണ്, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ തങ്ങൾ ആക്രമിക്കപ്പെടും എന്ന് മനസ്സിലാകുമ്പോൾ അതിനെ ചെറുത്ത് നിൽക്കാൻ വേണ്ടി ഒരു ആർജവം ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് സ്ത്രീകളോടും പെൺകുട്ടികളോടും ഒക്കെ ഞങ്ങൾക്ക് പറയാനുള്ളത്. അതിക്രമമുണ്ടായ ശേഷം ഇപ്പോൾ സുരക്ഷയിൽ കാണിക്കുന്ന ആർജവം ദയവ് ചെയ്ത് ഇനിയും തുടരുക. പതിവ് പോലെ പകുതിക്ക് വെച്ച് നിർത്തരുത്. ധൈര്യമായി സുഖമായി യാത്ര ചെയ്യാൻ സ്ത്രീ എന്നല്ല ഏതൊരാൾക്കും സാധിക്കണം. കാരണം അത് നമ്മുടെ അവകാശമാണ്.